നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫെബ്രുവരി മാസം 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ഒരാഴ്ച ഓരോ കൂറുകാർക്കും 27 നക്ഷത്രക്കാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 11-ാം തീയതി ബുധൻ കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. 13-ാം തീയതി സൂര്യനും കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ആദ്യം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. സഹോദരന്മാരുമൊത്തോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമൊത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധുക്കളുമൊത്തോ പുതിയ ഏതെങ്കിലും സംരംഭം തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തികളുടെ, അതായത് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ സഹോദര സ്ഥാനത്തുള്ളവരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അടുത്ത ബന്ധുക്കളുമായി ബന്ധപ്പെട്ടോ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുകയോ അവരുടെ ഏതെങ്കിലും ശുഭകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം മുടക്കുകയോ മറ്റേതെങ്കിലും തരത്തിൽ സഹായ സഹകരണങ്ങൾ നൽകുകയോ ചെയ്യാം. ഈ നക്ഷത്രക്കാർക്ക് അവരുടെ സഹോദരങ്ങളിൽ നിന്നോ മറ്റു ബന്ധുക്കളിൽ നിന്നോ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ ചില സഹായങ്ങൾ കിട്ടുകയും ചെയ്യാം. വളരെ ഉത്സാഹത്തോടു കൂടി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഈ ആഴ്ച മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കും. കുറച്ചുകൂടി ഊർജ്ജസ്വലമായ ഒരു മനസ്സുണ്ട്. ആഴ്ചയുടെ മധ്യഭാഗം എത്തുമ്പോൾ, അതായത് പാതി എത്തുമ്പോൾ മാതാവിനത്ര നല്ലതല്ല എന്ന് കാണുന്നു. വാഹനവുമായി ബന്ധപ്പെട്ട് ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ചിലപ്പോൾ പുതിയ വാഹനം വാങ്ങുവാനുള്ള ഒരു അവസ്ഥ വന്നേക്കാം. അതുമല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള വാഹനത്തിനോ താമസിക്കുന്ന സ്ഥലത്തോ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ അവിടുന്ന് മാറാൻ മനസ്സിൽ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കാരണങ്ങളോ ഉണ്ടാകാം. അത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ആഴ്ചയുടെ മധ്യഭാഗം എത്തുമ്പോൾ, അതായത് ആഴ്ചയുടെ പകുതിയോടടുപ്പിച്ച് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശേഷം വലിയ ദോഷമൊന്നും കാണുന്നില്ല. പൊതുവെ ഭാഗ്യകരമാണ് പ്രവർത്തന രംഗം. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ബന്ധുക്കളുമൊത്തോ സുഹൃത്തുക്കളുമൊത്തോ സഹോദരസ്ഥാനത്തുള്ളവരുമായി ബന്ധപ്പെട്ടോ യാത്ര ചെയ്യാം. അവരുമായി ബന്ധപ്പെട്ട് മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളാം. അവരുടെ ചില സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് പണം മുടക്കുകയോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ സംരംഭങ്ങളിൽ ഈ പറയുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ അല്ലെങ്കിൽ സഹോദരസ്ഥാനത്തുള്ളവരോ സഹായം ചെയ്യുകയും ചെയ്യാം. എന്തായാലും പൊതുവെ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ നല്ലതാണ്. ആഴ്ചയുടെ മധ്യഭാഗം എത്തുമ്പോൾ, പകുതി എത്തുമ്പോൾ അല്പം സൂക്ഷിക്കണം. പ്രത്യേകിച്ചും മാതാവിന് അത്ര നല്ലതല്ല. വാഹനവുമായി ബന്ധപ്പെട്ട് ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ഇവരുടെ മേലധികാരികളുമായി ബന്ധപ്പെട്ടും അതുപോലെ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യത കാണുന്നു. വലിയ ദോഷങ്ങളൊന്നും കൂടാതെ പ്രവർത്തന രംഗം സജീവമായി നിലകൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില വാക്കുകൾ ഒരുപക്ഷെ കൂടുതൽ ഊർജ്ജസ്വലമായതിൻ്റെ പുറത്തോ അല്ലെങ്കിൽ വീരസ്യം പറയുന്നതിൻ്റെ പുറത്തോയൊക്കെ ചിലപ്പോൾ മേലധികാരികളോട് എന്തെങ്കിലുമൊക്കെ വാക്ക് തട്ടിക്കയറുകയോ ചില വിമർശനങ്ങൾ കുറുക്കിക്കൊള്ളുന്നതാവുകയോ ഒക്കെ ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട ചില മനോവിഷമങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചു തന്നെ വർത്തമാനം പറയാൻ ശ്രമിക്കണം, പ്രത്യേകിച്ചും തങ്ങളുടെ പ്രവർത്തന ഇടങ്ങളിലാകുമ്പോൾ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊരു ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണെന്ന് കാണുന്നു. എന്നാൽ സാമ്പത്തികമായ നേട്ടത്തിലും പ്രവർത്തനക്ഷമതയുടെ കാര്യത്തിലും തങ്ങളുടെ കഴിവിൻ്റെ കാര്യത്തിലുമൊന്നും തന്നെ ഒരു ദോഷവും കാണുന്നില്ല. മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ പ്രശംസ പിടിച്ചുപറ്റുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. വാക്ക് സൂക്ഷിച്ചുപയോഗിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോൾ ഈ കിട്ടുന്ന അമിതമായ പ്രോത്സാഹനത്തിൻ്റെയും അല്ലെങ്കിൽ സാധാരണ നിലയിലുള്ള പ്രോത്സാഹനത്തിൻ്റെയും ഒക്കെ പുറത്ത് മനസ്സല്പം ഒന്ന് ഇളകി ചില വാക്കുകൾ ചിലപ്പോൾ ചിലർക്ക് കുറുക്കി കൊള്ളുന്നതായിട്ട് വല്ലതും വന്നേക്കാം. സാധ്യതകൾ മാത്രമാണ്. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 9, 10. 10-ാം തീയതി ഉച്ചവരെയും നല്ലതാണ്. ശേഷം 15-ാം തീയതിയും വളരെ ഗുണകരമായിട്ട് കാണുന്നു. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്തുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ തൊട്ടടുത്ത് ഉള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടോ ചിലപ്പോൾ സാമ്പത്തികമായി സഹായം ചെയ്യേണ്ടി വരാം. അവരുടെ വീട്ടിലെ ശുഭകരമായ കാര്യങ്ങൾക്ക് പങ്കുകൊള്ളേണ്ടി വന്നേക്കാം. ചിലപ്പോൾ അവരുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ ഇവരുടെ ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ സഹായം കൊണ്ട് അത് പ്രായോഗികമായി വിജയത്തിലെത്തുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് സഹോദരന്മാരുമായോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ബന്ധുക്കളുമായോ അയൽവാസികളുമായോ ബന്ധപ്പെട്ടൊക്കെ ചില പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനോ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ പരിഹാര്യമായ തരത്തിൽ ചില വർത്തമാനങ്ങൾ ഉണ്ടാവുകയോ ചർച്ച ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാം. പൊതുവെ ഇവരുടെ പ്രവർത്തന രംഗം വളരെ സജീവമാണ് ഈ ആഴ്ച. സാമ്പത്തികമായിട്ട് വളരെ ഗുണം കാണുന്നു. അപ്രതീക്ഷിതമായി കുറേ ധനം ഇവർക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും സുഹൃത്തുക്കളിൽ നിന്നോ അടുത്ത ബന്ധുക്കളിൽ നിന്നോ അയൽക്കൂട്ടങ്ങളിൽ നിന്നോ ഒക്കെ ഇവർക്കിപ്പോൾ സാമ്പത്തിക സഹായം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില പ്രതിസന്ധികളിൽ അയൽപക്കം, തൊട്ടടുത്തുള്ള വ്യക്തികൾ, അടുത്ത സുഹൃത്തുക്കൾ ഒക്കെ ഇവരെ നല്ല രീതിയിൽ സഹായിക്കുന്നതായിട്ട് കാണുന്നു.
പൊതുവെ ഗുണകരം തന്നെയാണ്. ആഴ്ചയുടെ പകുതി എത്തുമ്പോൾ വർക്കിലൊക്കെ, അതായത് പ്രവർത്തന രംഗത്ത് കൂടുതൽ സജീവമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആലസ്യമുണ്ടായിരുന്ന മനസ്സ് കുറച്ചുകൂടി സജീവമായി ഉണർന്ന് പ്രവർത്തിക്കുകയും തങ്ങളുടെ പ്രവർത്തന മേഖല കാര്യക്ഷമമാവുകയും ചെയ്യുന്നു ഇടവക്കൂറുകാർക്ക്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടം നല്ല രീതിയിൽ ഇവർക്കുണ്ടാകുന്നു. ചില പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഇവരുടെ കർമ്മപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ പുരോഗതി നൽകുന്നു. ചിലപ്പോൾ പെട്ടെന്ന് ചില യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. പ്രത്യേകിച്ചും ചൊവ്വാഴ്ചയ്ക്ക് ശേഷം പെട്ടെന്ന് ചില യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. അത് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഇവർക്ക് താരതമ്യേന ഗുണകരമാണ് ഈ ആഴ്ച. ചില കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്നത് വാങ്ങാൻ സാധിക്കും. പ്രത്യേകിച്ചും ജലവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ, വീട്ടിലെ തന്നെ ജലവുമായി ബന്ധപ്പെട്ടുള്ള ദൗർലഭ്യ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ചിലപ്പോൾ ചില പരിഹാരങ്ങൾ ഉടൻ തന്നെ സാധ്യമായി വരുന്നതായിട്ടും കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങൾക്ക് അല്പം ദോഷം കാണുന്നുണ്ട്. ശാരീരികമായ അവശതയോ ശ്വാസകോശ സംബന്ധമായ രോഗമോ ഉണ്ടാകാം. ത്വക്ക് സംബന്ധമായ രോഗത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത്. അതായത് ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾക്കോ പഠന സംബന്ധമായ കാര്യങ്ങളിൽ ലേശം വൈമുഖ്യം കാണുന്നുണ്ട്. പൊതുവെ ഈ ആഴ്ച പ്രവർത്തന സംബന്ധമായും സാമ്പത്തിക സംബന്ധമായും വലിയ ദോഷമൊന്നും കാണുന്നില്ല. വീട് മോടി പിടിപ്പിക്കുക, പുതിയ വാഹനം വരിക, അതുപോലെ തന്നെ പുതിയ വസ്ത്രമോ മറ്റേതെങ്കിലും സമ്മാനമോ ഒക്കെ ഇവർക്ക് ലഭിക്കുകയോ ചെയ്യാം. സന്താനങ്ങളുടെ രോഗാവസ്ഥയും ഇവരുടെ തന്നെ ശാരീരികമായ ചില അവശതകളും ത്വക്ക് സംബന്ധമായ രോഗവുമാണ് ഇവരെ ഈ ആഴ്ച ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് കാണുന്നു. ഈ ആഴ്ച ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 10-ാം തീയതി ഉച്ച കഴിഞ്ഞ് 11-12 രാത്രി വരെയും താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണും. അടുത്തത് മിഥുനക്കൂർ. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ 2 ദിവസങ്ങളോളം വളരെ ഗുണകരമായിട്ട് വരും. ശാരീരികമായ ബലവും അതുപോലെ തന്നെ ശുഷ്കാന്തിയും ഒക്കെ ഉണ്ടാകും. എന്നാൽ അതിനുശേഷം ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ചെറിയ ചില ശാരീരികമായ അവശതയോ ജലദോഷ സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൊണ്ടവേദന, അതുപോലെ തന്നെ നീർക്കെട്ട്, തലയുടെ പിൻഭാഗത്തു വേദന, നട്ടെല്ല് സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച സാമ്പത്തികമായിട്ട് വലിയ ദോഷമൊന്നും കാണുന്നില്ല. ശുക്രൻ 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തൊഴിൽ സ്ഥലത്ത് ഇവർക്ക് കൂടുതൽ മേന്മ കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ അതേസമയം തന്നെ ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ഏതെങ്കിലും സ്ത്രീ മുഖേന അവരുടെ തൊഴിലിടങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതും മനോവിഷമത്തിനും അതുപോലെ തന്നെ ജോലിക്ക് അവിടെ ഹാജരാകാൻ മനസ്സിനെ ഏതെങ്കിലും തരത്തിൽ പ്രയാസപ്പെടുത്തുന്നതുമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഓവർ സ്മാർട്ട് ആകുന്നതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം സ്ത്രീകളോട് എന്തെങ്കിലും സംസാരിക്കുകയോ മറ്റോ ചെയ്യുന്നത്. ഇത് സഹപ്രവർത്തകരോ അല്ലെങ്കിൽ മേലധികാരികളുമായിട്ടുള്ള സ്ത്രീജനങ്ങളോടായിരിക്കും ഈ തരത്തിൽ വർത്തമാനം പറയുകയും ഏതെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ജെനിറ്റൽ ഓർഗൻസ്, ലോവർ അബ്ഡമിൻ ഭാഗങ്ങളിലും ഇവർക്ക് ഇപ്പോൾ ദോഷം കാണുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളാണ് കൂടുതൽ ഇവരെ ബാധിക്കുക. അലർജി അസുഖങ്ങൾ, ഈ ഭാഗത്തുള്ള സ്കിന്നിന് എന്തെങ്കിലും അസുഖമോ ചൂട് കൊണ്ടുണ്ടാകാവുന്ന ചൊറിച്ചിൽ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ആഴ്ച കാണുന്നു. പൊതുവെ ഇവരുടെ കുടുംബത്തിലും പ്രത്യേകിച്ച് ജീവിത പങ്കാളി, ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് അവരുടെ ജീവിത പങ്കാളിയുമായി, ഭാര്യയുമായി ബന്ധപ്പെട്ട് കലഹമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകാനുള്ള സാധ്യത. മറിച്ച് ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ പുരുഷന്മാരുമായി ബന്ധപ്പെട്ടും ചില വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തു വന്നാലും അവരവരുടെ ജോലി വളരെ സുതാര്യതയോടു കൂടിയും വളരെ കൃത്യതയോടും കൂടിയും ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ് ഈ ആഴ്ച ഈ നക്ഷത്രക്കാരെക്കുറിച്ച് സ്ത്രീ പുരുഷ ഭേദമന്യേ പറയാനുള്ള കാര്യം. കാരണം എന്തു ചെയ്താലും ആ ചെയ്തിടം കാണില്ല, മറിച്ച് ചെയ്യാത്ത കാര്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ദോഷം ഉണ്ടാകാൻ എപ്പോഴും സാധ്യതയുണ്ട് എന്ന മട്ടിൽ സംസാരിക്കുന്നവരോ ആയിരിക്കും ചുറ്റുമുള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ചും ജീവിതത്തിലായാലും ശരി അല്ലെങ്കിൽ തൊഴിലിടത്തിലായാലും ശരി വളരെ അടുത്തു നിൽക്കുന്നവരായിരിക്കും ഈ തരത്തിൽ കുറ്റം പറയാൻ ശ്രമിക്കുന്നതും. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ധനത്തിന് കൂടുതൽ ചെലവുമുണ്ട്. അതുകൊണ്ട് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഉണ്ടായി കിട്ടുന്ന പണം പിന്നീട് അങ്ങോട്ട് ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലൊക്കെ സാമ്പത്തികമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്നത് കാണാം. ആഴ്ചയുടെ അവസാന ദിവസം മാത്രമാണ് പിന്നെ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടാവുക. അതായത് വെള്ളി ശനി ദിവസങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടാകുന്നത്. ശനിയാഴ്ച ദിവസം വാഹനവുമായി ബന്ധപ്പെട്ടും മാതാവിനും ചെറിയ അവശത കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം. പ്രത്യേകിച്ചും ഇടപെടുന്ന വ്യക്തികളോട്, അതും സ്ത്രീജനങ്ങളോട്, അതും പ്രവർത്തന ഇടങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ട് വേറെ ദോഷമൊന്നും കാണുന്നില്ല. അധിക ചിലവുണ്ടാകുമെന്ന് കാണുന്നു.
അധിക ചിലവ് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും വരുമാനം ഇവരിലേക്ക് വരണമല്ലോ. കടബാധ്യതയൊന്നും കാണുന്നുമില്ല. എന്തായാലും ശ്രദ്ധിക്കേണ്ടത് ശാരീരികമായ ശ്രദ്ധയും മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ജാഗ്രതയുമാണ് പ്രധാനമായും വേണ്ടത്. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 9, 10-ാം തീയതി ഉച്ചവരെയും ശേഷം 13, 14 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന 10-ാം ഭാവാധിപൻ സഞ്ചരിക്കുന്നത് 12-ലാണ്. അപ്പോൾ പ്രവർത്തന മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ആലസ്യത്തിൻ്റെ ഫലമായി ഉണ്ടാകാവുന്ന എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത, ഊർജ്ജസ്വലത ഇല്ലായ്മ, അല്ലെങ്കിൽ മനസ്സ് അർപ്പിച്ച് ജോലി ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയൊക്കെ കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ശാരീരികമായ അവശത കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുൻ ആഴ്ചകളിലോ മുൻ മാസങ്ങളിലോ ഉണ്ടായ അപകടത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലോ ഒക്കെ ചിലപ്പോൾ മനസ്സും ശരീരവും തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിന്ന് അല്പമെങ്കിലും മാറി നിന്നേക്കാവുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ഉം 10-ഉം ഭാവാധിപനായ ചൊവ്വയാണ് 12-ൽ പോയി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാഗ്യവും പ്രവർത്തന രംഗത്തെ ഇവരുടെ കഴിവും അല്പം പുറകോട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഈ ആഴ്ച കാണുന്നുണ്ട്. ഒപ്പം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ശനിയുടെയും അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്തും ഒക്കെ സഞ്ചരിക്കുന്ന പാപഗ്രഹങ്ങളുടെയും ദുസ്വാധീനം കൊണ്ട് സ്വാഭാവികമായും ഇവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ജോലി സ്ഥലത്ത് മനസ്സർപ്പിച്ചുകൊണ്ട് തന്നെ എന്തെല്ലാം വിഷമങ്ങൾ ഉണ്ടായാലും തങ്ങളുടെ ജോലിയിൽ അങ്ങേയറ്റത്തെ ആത്മാർപ്പണം നടത്തിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കാര്യങ്ങൾ പൊതുവെ ഗുണകരമായിട്ട് പോകുമെങ്കിലും ശ്രദ്ധിച്ചുകൊള്ളുക. ആഴ്ചയുടെ പകുതിയോടുകൂടി ബുധൻ അഷ്ടമത്തിലോട്ട് വരും. പിന്നെ സൂര്യനും അഷ്ടമത്തിലോട്ട് വരും. അപ്പോൾ സൂര്യൻ്റെ അഷ്ടമസ്ഥിതി അത്ര നല്ലതല്ല. പിതാവിനോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരായ വ്യക്തികൾക്കോ അവരുടെ കണ്ണിനും ഹൃദയത്തിനും ഞരമ്പുകൾക്കുമൊക്കെ ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് പഠന സംബന്ധമായ കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ കൂടുതൽ ബാധിക്കുന്ന പണം അല്ലെങ്കിൽ തങ്ങൾക്ക് വരുന്ന പണം അപ്പോൾ തന്നെ ചിലവായി പോകുന്നൊരവസ്ഥ കാണുന്നുണ്ട്. ഒട്ടും തന്നെ ശേഖരിച്ചു വയ്ക്കാൻ സാധിക്കാത്തൊരവസ്ഥ ഈ ആഴ്ചയും കർക്കിടകക്കൂറുകാരെ പിന്തുടരുന്നതായിട്ട് കാണുന്നു. എന്തായാലും പണം കിട്ടുന്നു എന്നത് തന്നെ വലിയ അനുഗ്രഹമായി കാണുക. 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം പണം മാത്രമല്ല തരിക, സർവാഭീഷ്ടം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. മോശപ്പെട്ട അവസ്ഥയിലോ ആരോഗ്യ സംബന്ധമായി ഭീഷണമായ അവസ്ഥയിലോ അല്ലെങ്കിൽ സാമ്പത്തികമായി മോശപ്പെട്ട അവസ്ഥയിലോ മറ്റേതെങ്കിലും വൈകാരികമായ കാര്യങ്ങളിലും പിന്തള്ളപ്പെട്ടിരുന്ന ഒരവസ്ഥയിൽ നിന്നൊരു മാറ്റം തീർച്ചയായിട്ടും അവർക്കുണ്ടാകും. എന്നാൽ ആ മാറ്റമൊക്കെ തന്നെയും അതിൻ്റെ ബ്രിമ്മിലായിരിക്കും, അതിൻ്റെ അതിർത്തിയിലായിരിക്കും. ഒരുപാടൊന്നും സഹായം കിട്ടണമെന്നില്ല. അഷ്ടമത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് ഒരു ഭീഷണി, ഒരാശങ്ക എപ്പോഴും ഈ കർക്കിടകക്കൂറിലെ നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും വിധേന ഉണ്ടാകും. എന്നാലും ഈശ്വരാധീനം ഉണ്ടെന്ന് തന്നെ ചിന്തിച്ചുകൊണ്ട് വ്യാഴത്തിൻ്റെ 11-ലെ സ്ഥിതി അതിന് കാരണമാകുമെന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. കാര്യങ്ങൾക്ക് വിജയമുണ്ടാകും എന്ന് തന്നെ കാണാം. ചിലവ് വർദ്ധിച്ചിരിക്കും. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉയരങ്ങൾ, പടികൾ കയറുമ്പോഴും തെന്നി വീഴാൻ സാധ്യതയുള്ള സ്ഥലത്ത് നടക്കുമ്പോഴും ഭാരമുള്ള വസ്തുക്കൾ, ഷാർപ്പൻഡായിട്ടുള്ള ഉപകരണങ്ങൾ, കത്തി, അടുക്കള ഭാഗത്ത്, അതുപോലെ തീ, ഇലക്ട്രിസിറ്റി ഈ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 10-ാം തീയതി ഉച്ചകഴിഞ്ഞ് 11, 12 പിന്നെ 15-ാം തീയതിയും താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ദോഷങ്ങളുടെ ഒരു നീണ്ട നിര ഉണ്ടെങ്കിലും 11-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ പിന്നോട്ടാണ് സഞ്ചാരമെങ്കിലും 11-ലെ ചൊവ്വ 11-ലെ ചൊവ്വയ്ക്ക് 9-ാം ഭാവാധിപത്യം കൂടി ഉള്ളതുകൊണ്ട് 4, 9 ഭാവാധിപത്യം കൊണ്ട് രാജയോഗപ്രദനായി നിൽക്കുന്ന ചൊവ്വ സ്വാഭാവികമായിട്ടും ഇവർക്ക് സാമ്പത്തികമായ നേട്ടത്തെയാണ് കൊടുക്കുക. വരുമാനം വർദ്ധിക്കും. വരുമാനം വർദ്ധിക്കാൻ തക്കവണ്ണം നല്ലവണ്ണം അധ്വാനവും പ്രവർത്തനക്ഷമതയും ഇവർ വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. 10-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഇവർക്ക് തൊഴിൽ രംഗത്ത് ഏതെങ്കിലും വിധേനയുള്ള അനുഗ്രഹവും സാഹചര്യങ്ങളും ഒരുക്കിക്കൊടുക്കും. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം കർമ്മമേഖലയിൽ ഉണ്ട്, വരുമാന സ്ഥലത്തുമുണ്ട്. വരുമാനം വർദ്ധിക്കും എന്നുള്ള കാര്യങ്ങൾ ഇവർക്ക് വളരെ മനസ്സന്തുഷ്ടി നൽകുന്നൊരു കാര്യമാണ്. എനിവേ വരുമാനത്തിലൊരു കുറവുണ്ടാകില്ല, താഴോട്ട് പോകില്ല എന്ന് ചിന്തിക്കാം. 7-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ പ്ലാൻ ചെയ്തിരുന്ന പല കാര്യങ്ങളും പിന്നീടും താമസിച്ചെന്നിരിക്കാം. ആലസ്യമോ അല്ലെങ്കിൽ പ്രവർത്തനത്തിലുണ്ടാകുന്ന ചില മാന്ദ്യതകളോ ഇവരെ ഇപ്പോഴും പിന്തുടരുന്നുണ്ട് എന്നുള്ളത് 7-ൽ സഞ്ചരിക്കുന്ന ശനി വെളിവാക്കുന്നു.
അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന രാഹു ഇവരുടെ ശാരീരികമായ അവശതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മലീമസമായ അന്തരീക്ഷത്തിൽ ജീവിക്കലോ മറ്റേതെങ്കിലും വിധത്തിൽ സംശയത്തിന് ആനുകൂല്യം നൽകുന്ന വിധത്തിലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടതായി വരികയോ വ്യക്തിബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാം. ഈ നക്ഷത്രത്തിൽപ്പെട്ട ചിങ്ങക്കൂറിൽപ്പെട്ട സ്ത്രീകൾക്കാണ് അവരുടെ ദാമ്പത്യ ബന്ധത്തിലോ അല്ലെങ്കിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുമിച്ചുള്ള സംരംഭങ്ങളിലോ ഏതെങ്കിലും വിധത്തിലുള്ള സംശയമോ പ്രശ്നങ്ങളോ പരാജയമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്നില്ല ഇപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയുമായി, ഇഷ്ടപ്പെട്ട വ്യക്തിയുമായോ അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു സംരംഭത്തിന് കൂടെ പ്രവർത്തിക്കുന്നവരുമായോ കൃത്യമായൊരു ക്ലാരിറ്റിയുള്ള കമ്മ്യൂണിക്കേഷൻ, വ്യക്തതയുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ സംശയത്തിൻ്റെ നിഴലിൽ പലപ്പോഴും ഇവർക്ക് നിൽക്കേണ്ടി വരും. ഇവർ മറ്റുള്ളവരെയും അങ്ങനെ കാണുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. 2-ലെ കേതു വാക്കിനെ വിഷമുള്ളതാക്കും, അല്ലെങ്കിൽ വാക്കിനെ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വിപരീതത്തിലുള്ള അവസ്ഥയിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് വാക്കുകൾ അർത്ഥവത്തായി വളരെ സൂക്ഷിച്ച് എടുത്തുചാടി പറയാതെ, വൈകാരിക ആവേശം കൊണ്ട് പറയാതെ ശ്രദ്ധിച്ചു പറയുക. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇഴജന്തുക്കളിൽ നിന്നോ മറ്റ് ക്ഷുദ്രജീവികളിൽ നിന്നോ ശരീരത്തിൽ വിഷം കിടക്കാനോ അലർജി ബാധയുണ്ടാകാനോ ഒക്കെ സാധ്യതയുണ്ട്. ഇത് വ്യക്തിബന്ധങ്ങളിലും ആകാം. ഏതെങ്കിലും തരത്തിൽ സംശയത്തിൻ്റെ ഒരു ഇഞ്ചക്ഷൻ ശരീരത്തിലോ മനസ്സിലോ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തിയെ സംശയത്തിൻ്റെ മറയിലൂടെ മാത്രമേ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ടും അങ്ങനെ സംഭവിക്കുന്നുള്ളൂ. അതൊക്കെ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സുതാര്യത നിലനിർത്തി മുന്നോട്ട് പോവുക. കഴിഞ്ഞ ആഴ്ചകൾ തൊട്ടേ ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്. അഷ്ടമത്തിൽ മാർച്ച് മാസം കഴിയുമ്പോൾ മാത്രമേ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവിന് ഒരു മാറ്റമുണ്ടാകൂ. അപ്പോഴേക്കും അഷ്ടമത്തിലേക്ക് ശനി കടക്കുകയും ചെയ്യും. എന്നാലും ശനിയുടെ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ എന്നുള്ളതിനേക്കാൾ നിഗൂഢമായ ഒളിഞ്ഞിരിക്കുന്ന വിഷമാണ് രാഹു പലപ്പോഴും ചെയ്യുക. അതുകൊണ്ട് അത് കൂടുതൽ ശ്രദ്ധിക്കണം. പലരുടെയും ജീവിത അനുഭവങ്ങൾ വച്ചാണ് അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദോഷവശങ്ങളെ കൂടുതലായി പറയേണ്ടി വരുന്നത്. പിന്നെ ഇപ്പോൾ വ്യാഴം അവർക്ക് സഞ്ചരിക്കുന്നത് ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 10-ലാണ്. അപ്പോൾ കർമ്മസ്ഥലത്ത് ഗുണമുണ്ട്. എന്നാൽ ഇവരുടെ പ്രായാധിക്യമുള്ള രക്തബന്ധത്തിൽപ്പെട്ട ബന്ധുക്കളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. 7-ലേക്ക് ബുധൻ വന്നിരിക്കുന്നതിനാൽ പഠന സംബന്ധമായ കാര്യങ്ങളിലും തങ്ങളുടെ കഴിവ് പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അർപ്പിച്ചുകൊണ്ടുള്ള കർമ്മമേഖലയും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് കാണുന്നു. സൂര്യനും 7-ലേക്ക് വരുന്നുണ്ട്. സൂര്യൻ 7-ലേക്ക് വരുന്നതും ശനി 7-ൽ നിൽക്കുന്നതുമൊന്നും ദാമ്പത്യ ബന്ധത്തിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 9, 10 ഉച്ചവരെ, 9-ാം തീയതി 10-ാം തീയതി ഉച്ചവരെ 13, 14 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, അത്തം ചിത്രയുടെ ആദ്യ അര. ഇവിടെ 9-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 10-ൽ ചൊവ്വയും സഞ്ചരിക്കുന്നു. ചൊവ്വയ്ക്ക് അഷ്ടമാധിപത്യമുണ്ട്. അഷ്ടമാധിപത്യമുള്ള ചൊവ്വ 10-ൽ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ കർമ്മമേഖലയിൽ എപ്പോഴും ഒരു അസ്ഥിരതയുണ്ടാകാം, അല്ലെങ്കിൽ ഒരു അപകടം പതിയിരിക്കാം. അത് വളരെ ശ്രദ്ധിച്ചുകൊള്ളണം. ഇതൊക്കെയാണെങ്കിലും ചൊവ്വയ്ക്ക് 8-ാം ഭാവാധിപത്യം വളരെ ചടുലമായി അവരുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കുന്നു എന്നുള്ളതാണ്. ഫിസിക്കൽ ഇമ്പോർട്ടൻസ് കൂടുതലുള്ള, ശാരീരികമായ പ്രാധാന്യം കൂടുതൽ ആവശ്യപ്പെടുന്ന പ്രവർത്തന രംഗം വളരെ സൂക്ഷിക്കണം. മെഷീനറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ശ്രദ്ധിക്കണം. ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളോ ഉപയോഗിച്ച് ദൈനംദിന ജോലി ചെയ്യുന്നവരും ഇപ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം അപകട സാധ്യതകളുണ്ട്. അതുപോലെ ഇലക്ട്രിസിറ്റി, വൈദ്യുതി, തീ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും സാഹസിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും അഗ്നിശമന ഫോഴ്സുകളിലൊക്കെ പ്രവർത്തിക്കുന്നവരും ശ്രദ്ധിക്കണം. ചൊവ്വ പട്ടാളത്തിൻ്റെയും പോലീസിൻ്റെയും ആധിപത്യം കൂടി ഉള്ളതുകൊണ്ട് ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അപകട സാധ്യതകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വിരളമല്ല. അഷ്ടമാധിപത്യം കൂടി ഉള്ളതുകൊണ്ടാണ് അത് പറയുന്നത്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം 9-ൽ സഞ്ചരിക്കുന്ന വ്യാഴം തന്നെയാണ്. വ്യാഴത്തിൻ്റെ 9-ാം ഭാവത്തിലെ സ്ഥിതി അപാരമായ ഈശ്വരാധീനമാണ് ഇവർക്ക് നൽകുന്നത്. ഏത് കൊടിയ കഷ്ടപ്പാടിൻ്റെയും ഏത് ദുരന്തത്തിൻ്റെയും വക്കിൽ നിന്നുകൊണ്ട് ഭഗവാൻ അവരെ രക്ഷിക്കുന്ന ഒരവസ്ഥയാണ് 9-ലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം കൊണ്ട് ഉണ്ടാകുന്നത്. അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. 6-ൽ സഞ്ചരിക്കുന്ന ശനിയും കഴിഞ്ഞ കുറേ കാലമായി ഇവർക്കുണ്ടായിരുന്ന തടസ്സങ്ങളോ പ്രശ്നങ്ങളോ മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളോ ഒക്കെ വീണ്ടും ജീവൻ വയ്പ്പിക്കുവാൻ തരത്തിലുള്ള ഒരു മനസ്സുണ്ടാകുന്നു. അതിന് തക്കവണ്ണം അനുകൂലമായി കാര്യങ്ങൾ പശ്ചാത്തലത്തിൽ നീങ്ങുന്നു എന്നുള്ളതൊക്കെ തന്നെ വലിയ ആശ്വാസകരമാണ്. കടബാധ്യതയിൽ നിന്ന് ചെറുതായെങ്കിലും ഇവർക്ക് മോചനം ലഭിക്കുന്നു. വായ്പ അനുവദിച്ചു കിട്ടാൻ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു.
കടഭീഷണിയോ കടത്തിൻ്റെ പുറത്ത് ജപ്തി മുതലായ കാര്യങ്ങളുടെ വക്കിലെത്തി നിൽക്കുന്നവർക്കും ആശ്വാസകരമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. 7-ൽ സഞ്ചരിക്കുന്ന രാഹുകേതുക്കൾ ഇവർക്ക് സ്വാഭാവികമായും ഒളിഞ്ഞിരിക്കുന്ന ചില രോഗാവസ്ഥകളുടെ ലക്ഷണങ്ങളും ബന്ധങ്ങളിലുണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങളുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ബന്ധവും ഇല്ലാത്തവർ, വിവാഹിതരൊന്നും അല്ലാത്തവർ ഈ നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ ചില ബന്ധങ്ങളുണ്ടാകാം. നീണ്ടു നിൽക്കുന്ന ബന്ധം ആവണമെന്നില്ല. തൽക്കാല ആശ്വാസങ്ങൾക്കായി ചില ബന്ധങ്ങൾ, ചില കൂട്ടുകെട്ടുകൾ ഇതൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. മാനസികമായ സല്ലാപങ്ങൾ ഇപ്പോൾ കൂടുതലായി നടക്കാം. പ്രത്യേകിച്ച് രാഹുർ ദശയുടെയോ രാഹുറിൻ്റെ അപഹാരത്തിലോ ഒക്കെ കന്നിക്കൂറുകാർ വരുന്നെങ്കിൽ കൃത്യമായും അത്തരം അവസരങ്ങൾ ഉണ്ടാകാം. വിദേശത്ത് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ചില യാത്രകൾ, വളരെ പെട്ടെന്നുണ്ടാകുന്ന ചില യാത്രകൾ, ചില ഗോപ്യമായ ഇവരുടെ കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തികൾക്ക് അതിൽ നിന്ന് ഗുണമുണ്ടാവുകയും എന്നാൽ ചില അപവാദങ്ങൾ ഇവരെ ചൊല്ലി പുറമേ ഉണ്ടാവുകയും ഒക്കെ ചെയ്യാം. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ വേണം ഓരോന്നും ചെയ്യുവാനെന്ന് പറയുന്നു. ബുധൻ 6-ലേക്ക് പോകുന്നു. ബുധൻ്റെ 6-ലെ നില താൽക്കാലികമായിട്ട് ദോഷമൊന്നും ചെയ്യുന്നില്ലെങ്കിലും പിന്നീടത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വിദ്യാർത്ഥിനികൾക്ക് പഠന സംബന്ധമായി ഉള്ള കാര്യങ്ങളിൽ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ചും ബുധന് മൗഢ്യമുള്ളവരൊക്കെ ആണെങ്കിൽ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. ശുക്രനും 6-ലാണ് സഞ്ചാരം. ശുക്രൻ ഇവരെ കന്നിക്കൂറിനെ സംബന്ധിച്ച് ശുക്രൻ 7-ലാണ് സഞ്ചരിക്കുന്നത്. 7-ലെ ശുക്രൻ്റെ സഞ്ചാരം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 6-ലും 7-ലും ശുക്രൻ സഞ്ചരിക്കുന്നത് നല്ല കാലമല്ല ഗോചരാൽ. അതുകൊണ്ട് തന്നെ ഭൈമി സംബന്ധമായി അല്ലെങ്കിൽ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ തന്നെ രാഹു അവിടെ നിൽക്കുന്നുമുണ്ട്. രാഹുവിൻ്റെയും ശുക്രൻ്റെയും ഒരുമിച്ച് ചേരലും അത്ര സുഖകരമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചു കൊള്ളണം. രോഗാവസ്ഥകൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ലോവർ അബ്ഡമിൻ, ജെനിറ്റൽ ഓർഗൻസ്, ഈ ഭാഗങ്ങളിൽ സ്കിന്നുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ത്വക്ക് സംബന്ധമായ അധികം വെളിച്ചം വീഴാത്ത ഭാഗങ്ങളിൽ ത്വക്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 9, 10, 11, 12-ാം തീയതി രാത്രി വരെയും പിന്നെ 15-ഉം താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2-ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം, 9-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ, 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി, 13-ാം തീയതിയോടുകൂടി 5-ലേക്ക് സൂര്യനും എത്തും. 11-ാം തീയതി ബുധനും വരുന്നു. ബുധൻ്റെ 5-ലെ നില നല്ലതാണ്. ബൗദ്ധികമായ കാര്യങ്ങളിൽ, ബുദ്ധിപരമായ കാര്യങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ, മനസ്സിൻ്റെ ഊർജ്ജസ്വലതയിൽ, അതുപോലെ പൊതുവേ ഒരു ഉന്മേഷത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നതിലെല്ലാം തന്നെ 5-ാം ഭാവത്തിലെ ബുധൻ ഇവരെ വളരെ സഹായകമായി നിൽക്കും. തങ്ങളുടെ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം കാര്യക്ഷമതയോടുകൂടി ചെയ്യാനും അത് സാമ്പത്തികമായി ലാഭമുണ്ടാക്കുവാനും 5-നെ ധനഭാവമായും കാണുന്നുണ്ട്. അതുകൊണ്ട് ധനപരമായ നേട്ടങ്ങൾക്കും 5-ലെ ബുധൻ സഹായിക്കുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ 2 പാപഗ്രഹങ്ങളുടെ സാന്നിധ്യം കൂടി അവിടെയുണ്ട്. ഇപ്പോൾ വൈരുദ്ധ്യഭാവങ്ങളിൽ നിൽക്കുന്ന സൂര്യ, ശനി, സൂര്യൻ്റെ ശത്രുവാണ് ശനി, ശനിയുടെ ശത്രുവാണ് സൂര്യൻ. അത് 5-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ആഘാതങ്ങൾ മനസ്സിനെ ബാധിക്കാം. അതുകൊണ്ട് എത്രമാത്രം കഴിവുണ്ടെങ്കിലും തങ്ങളുടെ ബുദ്ധിശക്തി ഉപയോഗിച്ചോ ക്രിയേറ്റീവായിട്ടുള്ള കഴിവ് ഉപയോഗിച്ചോ ക്രിയാത്മക ശക്തി ഉപയോഗിച്ചോ പ്രവർത്തന രംഗത്തും സാമ്പത്തിക രംഗത്തും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചാലും ഈ പറയുന്ന ശനിയുടെയും സൂര്യൻ്റെയും ആക്രമണം ഏതെങ്കിലും വിധേന ഉണ്ടാകാം. ചിലപ്പോൾ അത് ദൗർഭാഗ്യത്തിൻ്റെ രൂപത്തിലാകാം. അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലമതിക്കാത്ത രീതിയിൽ മേലധികാരികളോ സഹപ്രവർത്തകരോ അതിനെ ഉപേക്ഷിക്കുന്നതോ അവഗണിക്കുന്നതോ ആയുമൊക്കെ വരാം. അതായത് അൺലക്ക് എന്ന് പറയുന്ന, ദൗർഭാഗ്യം എന്ന് പറയുന്ന അവസ്ഥ പിന്തുടരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒപ്പം തന്നെ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും അതിനെ ഇരട്ടിപ്പിക്കുന്നു. അതായത് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരാധീനം കുറവായിരിക്കുക, ഭാഗ്യക്കേട് ഉണ്ടാവുക എന്നൊക്കെയാണ് സങ്കല്പിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ വ്യാഴത്തിൻ്റെ ആ നിലയും 5-ൽ നിൽക്കുന്ന ശനിയുടെയും സൂര്യൻ്റെയും നിലയുമൊക്കെ ശ്രദ്ധിക്കണം. ബുധൻ മാത്രമാണ് അവിടെ അല്പമെങ്കിലും പവർ. 6-ലാണ് ശുക്രൻ നിൽക്കുന്നത്. ശുക്രൻ്റെ 6-ലെ നിറ മീനം രാശി ഉച്ചസ്ഥായി ആയതുകൊണ്ട് ശുക്രന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിലും ദാമ്പത്യ സംബന്ധമായി അത് ഒട്ടും ആശ്വാസകരമല്ല. എന്നാൽ ശുക്രൻ ശൃംഗാരാദി വിഷയങ്ങളിൽ മാത്രമാണ് ഇവിടെ ദോഷമുണ്ടാക്കുന്നതെന്നും ബാക്കി കാര്യങ്ങളിൽ ഗുണം തരും എന്നുമാണ് പൊതുവെ ആചാര്യമതം. അതായത് ശുക്രൻ്റെ ബാക്കി ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല സാഹചര്യത്തിൽ ജീവിക്കാനുള്ള അവസ്ഥ, ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ച, തങ്ങളുടെ കഴിവുകൾ ഏറ്റവും നന്നായി മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസ്ഥ, ഭാഷ, ഇതെല്ലാം ഉണ്ടാവുക. അതുകൊണ്ട് പൊതുവെ
മിടുക്കനും അതുപോലെ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് കൂടുതൽ പ്രവർത്തനോക്ഷമത കാണിക്കാനുള്ള ഒരു വ്യഗ്രതയുമൊക്കെ ഉണ്ടാകുന്ന കാലം തന്നെയാണ്. എന്നാൽ കുടുംബ ബന്ധങ്ങളിലും സ്ത്രീ സംബന്ധമായ അവരുടെ ബന്ധങ്ങളിലും ഈ നക്ഷത്രത്തിലെ പുരുഷന്മാർക്കാണെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടും ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ പുരുഷന്മാരുമായി ബന്ധപ്പെട്ടുമൊക്കെ ചെറിയ പ്രശ്നങ്ങളോ അസ്വാരസ്യങ്ങളോ അകൽച്ചയോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബാക്കി കാര്യങ്ങൾ പൊതുവെ ഗുണകരമാണ്. 5-ാം ഭാവത്തിലെ ബുധൻ്റെ ഗുണം കൂടെ ചേർത്ത് വേണം അത് വായിക്കാൻ. എന്നാൽ ഒട്ടും മറക്കരുത്, 8-ലാണ് സഞ്ചരിക്കുന്നത് വ്യാഴം, 5-ലാണ് ശനിയും സൂര്യനും, അതുപോലെ തന്നെ 9-ൽ മറ്റൊരു ഭാഗ്യസ്ഥാനമായ 9-ൽ പാപഗ്രഹമായ അഷ്ടമാധിപനായ ചൊവ്വ കൂടിയുണ്ട്. അപ്പോൾ അഷ്ടമാധിപനായ 2ഉം 7ഉം ഭാവാധിപനായ ചൊവ്വ, മാരകാധിപനായ ചൊവ്വ പോയി 8-ലാണ് നിൽക്കുന്നത്. അങ്ങനെ 9-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. മാരകാധിപനായ ചൊവ്വ 9-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അവിടെയും ഭാഗ്യത്തിന് തടസ്സമുണ്ട്. അതുകൊണ്ട് തുലാക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കഠിനാധ്വാനം മാത്രമാണ് ഇവർക്ക് അവിടെ വിധിച്ചിട്ടുള്ളത്. ശുക്രൻ്റെ നില അവർക്ക് സാമ്പത്തികമായും പ്രവർത്തന സംബന്ധമായുള്ള ഗുണങ്ങളെ സമ്മാനിക്കും. എന്നാൽ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകും. പുളിച്ചു കെട്ടൽ, ഉദരസംബന്ധമായ രോഗങ്ങൾ ഇതൊക്കെ വരാം. 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയും സൂര്യനും സന്താനങ്ങൾക്ക് ദോഷത്തെ ഉണ്ടാക്കാം, ഭാഗ്യത്തിന് തടസ്സമുണ്ടാക്കാം. ബുധൻ അവിടെ നിന്നുകൊണ്ട് ഇവർക്ക് ബുദ്ധിപരമായ ഉയർച്ചയും പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയും മനഃശക്തിയും നൽകുമെങ്കിലും ഈ അഷ്ടമത്തിലെ വ്യാഴവും 5-ൽ നിൽക്കുന്ന ശനിയും സൂര്യനും അതുപോലെ തന്നെ മാരകാധിപനായ ചൊവ്വ പോയി 9-ൽ നിൽക്കുന്നത് കൊണ്ടുള്ള ദോഷവുമൊക്കെ സങ്കല്പിച്ചെടുക്കണം. അതിനനുസരിച്ച് ഭാഗ്യം കുറഞ്ഞിരിക്കും, പ്രവർത്തനങ്ങളുടെ വിജയം കുറഞ്ഞിരിക്കും എന്ന് വേണം ചിന്തിക്കാൻ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ താരതമ്യേന നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 10-ാം തീയതി ഉച്ച കഴിഞ്ഞ് 11, 12 രാത്രി വരെയും, അത് കഴിഞ്ഞാൽ 13 പുലർച്ചെ തൊട്ട് 14 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 7-ലാണ് സഞ്ചരിക്കുന്നത്. 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ, ശനി ഓൾറെഡി സഞ്ചരിക്കുന്നു. 11-ാം തീയതി മുതൽ ബുധൻ 3-ൽ നിന്ന് 4-ലേക്ക് വരുന്നു, കുംഭം രാശിയിലേക്ക് വരുന്നു. സൂര്യനും 4-ാം ഭാവത്തിലേക്ക് വരികയാണ് 13-ാം തീയതി മുതൽ. 11-ാം തീയതി ബുധൻ 4-ൽ, 13-ാം തീയതി സൂര്യൻ 4-ൽ. അപ്പം 3 ഗ്രഹങ്ങൾ ആഴ്ചയുടെ മധ്യഭാഗത്തോടുകൂടി പകുതിയോടുകൂടി 4-ാം ഭാവത്തിലേക്ക് വരികയാണ്. ശനി നിൽക്കുന്നതിനാൽ കണ്ടകശനിയുണ്ട്. അതുപോലെ തന്നെ 5-ൽ ശുക്രൻ സഞ്ചരിക്കുന്നു. 5-ലെ ശുക്രൻ്റെ സ്ഥിതിയും 7-ലെ വ്യാഴത്തിൻ്റെ സ്ഥിതിയുമാണ് വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണമുള്ളത്. ഏതെങ്കിലും ഒരു ഗ്രഹം മതി ബലത്തോടുകൂടി ഇഷ്ടഭാവത്തിൽ നിന്നാൽ ജാതകനെ സ്വർഗത്തിൻ്റെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുമെന്ന് പറയാറുണ്ട് സാധാരണ. വിജയത്തിൻ്റെ കൊടുമുടിയിലേക്ക് കൊണ്ടുപോകും, ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലേക്ക് കൊണ്ടുപോകുമെന്നൊക്കെ, ഏതെങ്കിലും ഒരു ഗ്രഹം മതി എന്നൊക്കെ. എന്തായാലും ആ ഒരു വിശ്വാസത്തിന് ആക്കം കൂട്ടുന്നുണ്ട് ഇവിടെ 2 ഗ്രഹങ്ങൾ. ശുക്രൻ ഉച്ചനായിട്ടാണ് മീനം രാശിയിൽ നിൽക്കുന്നത്. അത് വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവമാണ്, ഭാഗ്യഭാവമാണ്. മനസ്സ്, പ്രജ്ഞാ, പ്രതിഭ, സന്താന, ഭാഗ്യഭാവം 5 കൊണ്ട് നിരൂപണേ. അപ്പോൾ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ പരിപൂർണ ബലത്തോടു കൂടി നിൽക്കുന്നതിനാൽ ഈ ഭാഗത്തുണ്ടാകാവുന്ന എല്ലാ ഗുണങ്ങളും അവർക്ക് ഉണ്ടാവണം. ഭാഗ്യം, പ്രണയം, സമ്പത്ത്, ജോലി സംബന്ധമായ കാര്യങ്ങൾ, ആഗ്രഹ സഫലീകരണം തുടങ്ങിയവയെല്ലാം നടക്കണം. 7-ൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ഇതിനെയെല്ലാം വ്യാഴം നിവൃത്തി സ്ഥാനത്ത് എത്തിച്ചു കൊടുക്കുക, എന്നാൽ സാധിച്ചു കൊടുക്കുക എന്നർത്ഥം. അപ്പോൾ വ്യാഴവും അവിടെ അനുകൂലമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ദോഷം എന്ന് പറയാൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും അതുപോലെ തന്നെ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയുടെയും ബുധൻ്റെയും അതുപോലെ തന്നെ സൂര്യൻ്റെയും, ബുധൻ അവിടെ ഗുണത്തെ ചെയ്യും. ബാക്കി 2 ഗ്രഹങ്ങൾ സൂര്യനും അതുപോലെ തന്നെ ശനിയും ഇവർക്ക് ദോഷത്തെയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ കണ്ടകശനിയുടെ ദോഷവും അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദോഷവും ഇവരെ ബാധിക്കാം. എന്നാൽ അതിനപ്പുറം 2 ശുഭഗ്രഹങ്ങളുടെ, ആചാര്യസ്ഥാനത്തുള്ള 2 ശുഭഗ്രഹങ്ങളുടെ സദ്ഭാവത്തിലെ നിലകൾ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യാം. ഒരു 65% ഗുണവും 40% ദോഷവുമാണ് ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത. 65% ഗുണം വരുമ്പോൾ സ്വാഭാവികമായും ജീവിതത്തിലെ സാമ്പത്തിക സംബന്ധമായ ഉയർച്ച, തൊഴിൽ രംഗത്തുണ്ടാകുന്ന ഉയർച്ച, വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ, ദാമ്പത്യത്തിലെ വിജയം, സമാധാനം, അതുപോലെ പൊതുവെ മനസ്സുഖം നൽകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഇവർക്ക് ഒരു 55-60% ഗുണകരമായി വരണം.
ബാക്കിയുള്ള ഭാഗങ്ങൾ പെട്ടെന്നുണ്ടാകാവുന്ന ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചില ബുദ്ധി മോശം കൊണ്ട് പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങൾ, ചില അപകടങ്ങൾ, തടസ്സങ്ങൾ, വാക്കുതർക്കങ്ങൾ, പെട്ടെന്നുണ്ടാകാവുന്ന വികാരാധിക്യത്താൽ ഉണ്ടാകാവുന്ന കലഹങ്ങൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഇവർക്ക് പൊതുവെ തടസ്സം. വാഹനം സൂക്ഷിച്ചോടിക്കണം. മൂർച്ചയുള്ള വസ്തുക്കളും ഭാരമുള്ള വസ്തുക്കളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആളുകളോട് വർത്തമാനം പറയുമ്പോഴും ഒരു കലഹത്തിലേർപ്പെട്ടാൽ പോലും അങ്ങേയറ്റം ക്ഷമയോടുകൂടി കാര്യങ്ങൾ കേൾക്കാനും വിവാദങ്ങളിൽ ചെന്ന് പെടാതിരിക്കുവാനുമൊക്കെ പരമാവധി ശ്രദ്ധിക്കുക എന്നതാണ് ഇവരോട് പറയാനുള്ളത്. ഞാൻ 65% കഥ പറഞ്ഞപ്പോൾ 35% ഇവർക്ക് ദോഷമുണ്ട്. അത് താരതമ്യേന നിസാരമെന്ന് കാണരുത്. കാരണം കാഠിന്യ ഗ്രഹങ്ങൾ, പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യാൻ സാധ്യതയുള്ള ഗ്രഹങ്ങൾ ശനിയും ചൊവ്വയുമൊക്കെയാണ്. അത് ഏറ്റവും മോശപ്പെട്ട സ്ഥലത്താണ്. സൂര്യൻ പകുതി സാത്വികനാണെങ്കിലും ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്നതിനാൽ സൂര്യനും 4-ൽ നിന്നുകൊണ്ട് സമൂഹം, കുടുംബം ഇടപെടുന്ന സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം അസുഖ സംബന്ധമായ കാര്യങ്ങൾ പ്രധാനമായും പറയുന്നത് അപകട സാധ്യതകളാണ്, അണുബാധയാണ്. അതുകൊണ്ട് അഷ്ടമം എന്ന് പറയുമ്പോൾ അവിടെയും പ്രത്യേകിച്ച് ജെനിറ്റൽ ഓർഗൻസും തുട ഈ ഭാഗങ്ങളാണ്. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ശക്തി വരുന്ന സ്ഥലമാണ് 8 കൊണ്ട് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നു, ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയാവുന്നത് 13, 14, 15 തീയതികൾ നല്ലതാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും 6-ൽ സഞ്ചരിക്കുന്ന വ്യാഴം, 7-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ, 3-ൽ സഞ്ചരിക്കുന്നു ശനി, 11-ാം തീയതിയോടുകൂടി ബുധനും 3-ൽ പോകുന്നു, 13-ാം തീയതിയോടുകൂടി സൂര്യനും 3-ൽ പോകുന്നു. സൂര്യനും ശനിയും 3-ൽ സഞ്ചരിക്കുന്നത് ധനുക്കൂറിനെ സംബന്ധിച്ച് നല്ലതാണ്. 4-ാം ഭാവത്തിലെ ശുക്രൻ ഉച്ചസ്ഥനായി നിൽക്കുന്നതും നല്ലതാണ്. 4-ലെ ശുക്രന് 10-ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇവരുടെ പ്രവർത്തന രംഗത്ത് കുറച്ചുകൂടി തെളിമയും ശുഷ്കാന്തിയും ബുദ്ധിശക്തിയുടെ ഇടപെടൽ കൊണ്ടുണ്ടാകാവുന്ന ക്രിയാത്മകമായ ഉയർച്ചയും ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ കാലമായി തൊഴിൽ രംഗത്തുണ്ടായിരുന്ന അപഖ്യാതിയും പരാജയ അവസ്ഥയുമൊക്കെ അതിനൊക്കെ മാറ്റം വരികയും പൊതുവേ ഇവരുടെ തൊഴിലിടം കൂടുതൽ വിജയത്തിൻ്റെ ഒരു മേഖലയായി മാറുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. സാമ്പത്തികമായിട്ട് ഗുണം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ശുക്രൻ്റെ 4-ലെ നില നല്ല സാമ്പത്തിക നില ഉണ്ടാക്കി കൊടുക്കും. പുതിയ വീട് അല്ലെങ്കിൽ വീടിലെ അന്തരീക്ഷം പുതുമയുള്ളതാക്കുക, വാഹനം പുതിയത് വരിക, പുതിയ അന്തരീക്ഷത്തിൽ എല്ലാ സൗഹാർദ്ദങ്ങളോടും കൂടി നല്ല ഒരു മാനസികാവസ്ഥയോടുകൂടി ജീവിക്കാൻ സാധിക്കുക, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ 4-ലെ ശുക്രൻ സമ്മാനിക്കും. എന്നാൽ 6-ലെ വ്യാഴത്തിൻ്റെ സ്ഥിതി, പരമപ്രധാനമായ വ്യാഴം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശിയുടെ അധിപൻ കൂടിയാണ്. ധനുവിൻ്റെ അധിപനായ, ധനുക്കൂറിൻ്റെ അധിപൻ വ്യാഴമാണ്. ആ വ്യാഴം പോയി നിൽക്കുന്നത് 6-ലായതിനാൽ എന്തെല്ലാം വന്നാലും എവിടൊക്കെയോ ഒരു നഷ്ടബോധത്തിൻ്റെ അവസ്ഥ, അതൃപ്തി, അതുപോലെ തന്നെ നഷ്ടപ്പെടുന്നതും ശത്രു കൂടുതലായി വിജയിക്കുന്നതും സ്വസ്ഥത കെടുന്നതുമായിട്ടുള്ള തോന്നൽ, ഇതൊക്കെ ഇവർക്കുണ്ടാകാം. ഉദരസംബന്ധമായി എപ്പോഴും എന്തെങ്കിലും അസുഖം, സ്വാഭാവികമായും ആശങ്ക വർദ്ധിക്കുമ്പോൾ, പിരിമുറുക്കമാർന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ അഡ്രിനാൽ എന്ന രാസവസ്തു കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ട് ഉദരം എന്തായാലും വിഷമഘട്ടത്തിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ ആശങ്കകൾ വർദ്ധിക്കും. വയറിളക്കം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂട്ടുകൂടി നടക്കുന്ന അവസ്ഥകളിലൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ടാകാം. ഒരുമിച്ച് ചെയ്യുന്ന സംരംഭങ്ങൾ, കുടുംബജീവിതം, ദാമ്പത്യം, ഇവിടെയൊക്കെ അസ്വാരസ്യങ്ങളോ വഴക്കോ അഭിപ്രായ ഭിന്നതകളോ മാറി നിൽക്കലോ ഉണ്ടാകാം. അതുകൊണ്ട് അങ്ങേയറ്റം അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായിക്കൊണ്ടുള്ള മനസ്സ് അങ്ങേയറ്റം അർപ്പണത്തോടുകൂടി, സുതാര്യതയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ ഓരോ കാര്യവും ശ്രദ്ധിക്കുക. കലഹത്തിനോ അഭിപ്രായ ഭിന്നതയ്ക്കോ എവിടെയെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതിൽ നിന്ന് മനഃപൂർവ്വമായി പിന്മാറി നിൽക്കുക. വിജയങ്ങളോ കലഹങ്ങളോ ഇപ്പോൾ താങ്കളെ സഹായിക്കില്ല എന്നത് മനസ്സിലാക്കണം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 9, 10-ാം തീയതി ഉച്ചവരെ, ശേഷം 15-ാം തീയതിയും താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവർക്ക് വ്യാഴം സഞ്ചരിക്കുന്നത് നല്ല സ്ഥലത്താണ്, 5-ലാണ്. 6-ൽ ചൊവ്വ സഞ്ചരിക്കുന്നു, അതും താരതമ്യേന ഗുണമുള്ളതാണ്. 2-ൽ ബുധനും സൂര്യനും ശനിയും സഞ്ചരിക്കുന്നു. ബുധൻ്റെ 2-ലെ നില നല്ലതാണ്.
മൂന്നിലെ ശുക്രൻ ദോഷമൊന്നും വലുതായിട്ട് ചെയ്യില്ല. ഉച്ചസ്ഥനായതുകൊണ്ട് ഗുണം ചെയ്യുകയും ചെയ്യും. സഹോദരങ്ങൾക്ക് ഗുണം കാണുന്നു. കുറേ നാളിന് ശേഷം രാഹു 3-ൽ നിൽക്കുന്നു. ആ രാഹുവിൻ്റെ ദോഷത്തെ ശുക്രൻ പരിഹരിക്കുന്നതായിട്ടാണ് കാണുന്നത്. മാത്രമല്ല കേതുവിലേക്ക് ദൃഷ്ടിയുള്ളതുകൊണ്ടും കേതുവിൻ്റെ ദോഷത്തെയും അത് പരിഹരിക്കും. പിതാവിനുണ്ടായിരിക്കുന്ന ശാരീരികമായ അവശതകളോ ചില ദീർഘദൂര കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ആ പ്ലാനിങ്ങിൽ ആസൂത്രണങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വിള്ളലോ പ്രശ്നങ്ങളോ ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ഈശ്വരാധീനം ഇവർക്ക് 5-ൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ഉണ്ട്. സാമ്പത്തികമായിട്ട് ഇവർക്ക് നേട്ടവും കാണുന്നുണ്ട്. എന്നാൽ ചില കബളിപ്പിക്കലുകൾ, ചില വഞ്ചനകൾ, അതൊക്കെ ഇവരെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ മനസ്സിനെ വിഷമത്തിലാക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് പണസംബന്ധമായ കാര്യങ്ങൾ അത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യുക എന്നതാണ് ഇവർക്കുള്ള ഏക ഉപദേശം. ശാരീരികമായി ഇവർക്കിപ്പോൾ ഉണ്ടാകാവുന്നത് മനസ്സിനും അതുപോലെ തന്നെ ശരീരത്തിനും പ്രത്യേകിച്ച് മുഖത്തും ഒക്കെ എന്തെങ്കിലും അസ്കിതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത. 2-ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നതിനാൽ കണ്ണ്, ഹൃദയം, മൂക്ക് അതുപോലെ തന്നെ ഞരമ്പുകൾ, ഈ ഭാഗങ്ങൾ വളരെ ശ്രദ്ധിക്കുക. പല്ലിന്, മോണയ്ക്ക് ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബുധൻ 2-ൽ സഞ്ചരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇവർക്ക് നന്നായി സംസാരിക്കുവാനും കൂടുതൽ പ്രായോഗിക ബുദ്ധിയോടുകൂടി ഇവരുടെ തൊഴിലിടങ്ങളിൽ പ്രവർത്തിക്കുവാനും സാധിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ബുദ്ധിശക്തി അങ്ങേയറ്റം പൂർണ്ണതയോടുകൂടി തങ്ങളുടെ പ്രവർത്തന രംഗത്ത് അർപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. അത് ഒരുപക്ഷെ ഇവരുടെ ജോലിയെ അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തന രംഗത്തെ കൂടുതൽ പ്രകാശമാനമാക്കുകയും കൂടുതൽ സാമ്പത്തികമായ നില ഇവരിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ 2-ാം ഭാവം കൊണ്ട് സാമ്പത്തിക നില, വീട്, കുടുംബം, ജോലിസ്ഥലം, വാക്ക്, സംസ്കാരം, വിദ്യാഭ്യാസം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ 2 കൊണ്ട് ചിന്തിക്കണം. അവിടെ ബുധൻ നിൽക്കുന്നതിൻ്റെ ഒരു ഗുണമുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ 2 പാപഗ്രഹങ്ങളും നിൽക്കുന്നു. അഷ്ടമാധിപനായ സൂര്യനും 2-ാം ഭാവാധിപൻ തന്നെയായ ശനിയും അവിടെ നിൽക്കുന്നു. എന്തായാലും ഒരു 50% ദോഷവും 50% ഗുണവുമായിട്ടാണ് 2-ാം ഭാവം നിൽക്കുന്നത്. പണം വരും, എന്നാൽ അതുപോലെ ചിലവുണ്ടാകാം. പണം കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകാം. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പ്രതിബന്ധങ്ങൾ കാണുന്നുണ്ട്. മുഖത്തിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളും പ്രത്യേകമായി ശ്രദ്ധിക്കുക. യാത്രകൾ ചിലപ്പോൾ തടയപ്പെടാം. ചില വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും ചെറിയ തടസ്സങ്ങളൊക്കെ വരാം. എന്നാൽ 5-ൽ സഞ്ചരിക്കുന്ന വ്യാഴം സർവ്വകാര്യങ്ങൾക്കും ഈശ്വരാധീനം, ഭാഗ്യം തുടങ്ങിയവ നൽകുന്നതിനാൽ ഇവർക്ക് എല്ലാ കാര്യങ്ങളും സഹോദരങ്ങൾക്ക് ഇപ്പോൾ കുറച്ചുകൂടി ഗുണം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ തൊഴിലിടങ്ങളിലും സാമ്പത്തിക മേഖലകളിലൊക്കെ ഗുണം കാണുന്നു. ആരോഗ്യ സംബന്ധമായ കാര്യത്തിലും കുറച്ചു നല്ലതായിട്ട് കാണുന്നു. പിതാവിനും ശാരീരികമായ അവശതയിൽ നിന്നൊരു ചെറിയ മാറ്റം കാണുന്നുണ്ട്. മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 9, 10, 11, 12 ദിവസങ്ങൾ താരതമ്യേന 12-ാം തീയതി രാത്രി വരെയും താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2-ാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം, 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു, 5-ൽ സഞ്ചരിക്കുന്നു ചൊവ്വ, 2-ൽ ശുക്രൻ, രാഹു, അഷ്ടമത്തിൽ കേതു, ആത്മസ്ഥാനത്ത് അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ, ജന്മരാശിയിൽ സൂര്യനുണ്ട്, ശനിയുണ്ട്, ബുധനുണ്ട്. ഇവിടെ സൂര്യനും ബുധനും അതുപോലെ തന്നെ ശനിയും ഒരുമിച്ച് വരുമ്പോൾ സ്വാഭാവികമായും ശത്രുക്കളാണ് പരസ്പരം നിൽക്കുന്നത്. ഇവിടെ ബന്ധുത്വം എന്ന് പറയാൻ ശനിക്കും ബുധനും മാത്രമേ ഉള്ളൂ. ശനിയും സൂര്യനും തമ്മിൽ ശത്രു, സൂര്യനും ശനിയും തമ്മിൽ ശത്രു, സൂര്യനും ബുധനും തമ്മിൽ ശത്രു. അപ്പോൾ ശത്രുക്കൾ പരസ്പരം നിൽക്കുന്നിടത്താണ് ജന്മരാശി വരുന്നത് എന്ന് പറയുമ്പോൾ ശരീരം വൈരുദ്ധ്യത്തിൻ്റെ ഒരു പാതയിലൂടെ കടന്നു പോകണം. ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കേണ്ടി വരിക, ഇഷ്ടമില്ലാത്ത ഇടങ്ങളിൽ നിൽക്കേണ്ടി വരിക, അഡ്ജസ്റ്റ്മെൻറ്റിന് താരതമ്യേന അങ്ങേയറ്റം സമയം കളയേണ്ടി വരിക എന്നൊരവസ്ഥ കാണുന്നു. സ്വന്തം ഇഷ്ടമില്ലാതെ ചിലയിടങ്ങളിൽ പോയി നിൽക്കുക, തനിക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഭൗതിക രാശിയിൽ, പ്രത്യേകിച്ച് 4-ാം ഭാവം എന്ന് പറയുമ്പോൾ ഒരുപാട് ഏരിയ വരുന്നുണ്ട്. കുടുംബം, മാതാവ്, മാതുലൻ, വാഹനം, ഉപാസനാമൂർത്തി, അതുപോലെ തന്നെ തങ്ങുന്ന ഇടങ്ങളെല്ലാം 4 കൊണ്ട് ചിന്തിച്ചിടണം. വീടായാൽ വീട്, വാഹനമായാൽ വാഹനം, വാടക വീടായാൽ അവിടം, ഓഫീസായാൽ അവിടം, സമൂഹം ചുറ്റുപാടും നിറഞ്ഞു നിൽക്കുന്നത് എല്ലാം 4 കൊണ്ട് ചിന്തിക്കണം. അപ്പോൾ അവിടെ വ്യാഴം നിൽക്കുന്നതിനാൽ തങ്ങൾക്ക് പൊതുവേ ഒരു ജനസമ്മതിയും സാമ്പത്തികമായ നേട്ടവും മനസ്സിന് പൊതുവേ ഒരു സമാധാനവും ഉണ്ടാവും. ഈ പറയുന്ന ജന്മരാശിയിലെ പാപഗ്രഹങ്ങളുടെ നില ഉണ്ടെങ്കിലും
അപ്പോൾ ബുധൻ്റെ നിലയും വ്യാഴത്തിൻ്റെ 4-ലെ നിലയുമാണ് ഇവരെ ഏതെങ്കിലും വിധത്തിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുത്തുന്നത്. ഈ ജന്മത്തിൽ നിൽക്കുന്ന ശനി എന്ന് പറയുമ്പോൾ അത് ജന്മശനി കൂടിയാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. സകല വിധത്തിൽ തടസ്സങ്ങളും പ്രശ്നങ്ങളും ആശങ്കകളും പ്രതിരോധങ്ങളും പ്രതികൂലാവസ്ഥകളും സൃഷ്ടിക്കാൻ ജന്മശനിയും അഷ്ടമശനിയും ഒരുപോലെ മിടുക്കനാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. കാര്യങ്ങൾ എന്തെല്ലാം അനുഗ്രഹമുണ്ടെങ്കിലും തടസ്സത്തിൻ്റെയോ മറ്റ് പ്രതിലോമകരങ്ങളായ പ്രവർത്തനങ്ങളുടെയോ ഒരു ആഘാതമേറ്റ് പിടയേണ്ട ഒരവസ്ഥ വന്നേക്കാം. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് 2-ൽ നിൽക്കുന്ന ശുക്രനും 4-ൽ നിൽക്കുന്ന വ്യാഴവും ഇവരെ അനുഗ്രഹിക്കും എന്ന് തന്നെ കരുതണം. എന്തായാലും ധനം ഇവർക്ക് ഒരു വെളിപ്പാടകലെയൊന്നുമല്ല. അവർ വിചാരിച്ചാൽ കാശ് അവരുടെ അടുക്കലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ സമാധാനവും ജോലിസ്ഥലത്ത് സമാധാനവും കാണുന്നുണ്ട്. മിതമായ തരത്തിൽ സൗമ്യമായി ഇവർക്ക് ആളുകളോട് പെരുമാറാൻ സാധിക്കുമെന്ന് കാണുന്നു. ഈ വെല്ലുവിളികളൊക്കെ ഉണ്ടായാലും, കാരണം വ്യാഴത്തിൻ്റെയും അതുപോലെ ശുക്രൻ്റെയും അനുഗ്രഹം കൊണ്ട് തന്നെയാണത്. അഷ്ടമത്തിൽ കേതു സഞ്ചരിക്കുന്നതിനാൽ കാര്യങ്ങൾക്ക് തടസ്സം വരാം. ശരീരത്തിൽ അരോഗാവസ്ഥകൾ, രോഗം ഇല്ലാത്ത അവസ്ഥയല്ല ശരീരം, തീർച്ചയായിട്ടും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പണിമുടക്ക് സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ പറയുന്ന തുട, കാൽമുട്ട് ഭാഗങ്ങളിൽ പ്രശ്നം, എല്ലുകൾക്ക് പ്രശ്നം, വാതസംബന്ധമായ അസുഖങ്ങളുണ്ടാകാം, ത്വക്ക് സംബന്ധമായ അസുഖങ്ങളുണ്ടാകാം. ഇതൊന്നുമല്ലെങ്കിൽ ശ്വാസകോശത്തിനോ അലർജി ബാധയോ മറ്റോ ഒക്കെ ഉണ്ടായി ആകെ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇതിനെയെല്ലാം സഹായിക്കാൻ 2-ലെ ശുക്രൻ്റെ സ്ഥിതിയും 4-ലെ വ്യാഴത്തിൻ്റെ സ്ഥിതിയും മാത്രമാണുള്ളത്. 5-ൽ സഞ്ചരിക്കുന്ന ചൊവ്വയും ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യത്തിന് പ്രശ്നമോ തടസ്സമോ ഒക്കെ ഉണ്ടാക്കാം. ചിലപ്പോൾ ബുദ്ധിപരമായ കാര്യങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ സാഹസികതയുടെയും ആവേശത്തള്ളിച്ചയാൽ ഉണ്ടാകുന്ന വികാരാവേശത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് ചില മണ്ടത്തരങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം. സന്താനങ്ങൾ ഒരുമിച്ചുള്ള യാത്രകൾ വളരെ സൂക്ഷിക്കുക, വാഹനം സൂക്ഷിച്ച് ഓടിക്കുക, പ്രതികാര ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പറയാനുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 10-ാം തീയതി ഉച്ച കഴിഞ്ഞ് 11, 12, 13, 14 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം, 4-ൽ ചൊവ്വ, 12-ൽ സൂര്യൻ, ശനി, ബുധൻ. ജന്മത്തിൽ ശുക്രൻ ഉച്ചനായി നിൽക്കുന്നു, കൂടെ രാഹുവുമുണ്ട്. 7-ാം ഭാവത്തിലും രാഹു സഞ്ചരിക്കുന്നു. 11-ാം തീയതി വരെ ബുധൻ 11-ലും പിന്നെ 12-ലും, 13-ാം തീയതി വരെ സൂര്യൻ 11-ലും പിന്നെ 12-ലും. അപ്പോൾ എന്തായാലും ആഴ്ചയുടെ പകുതി വരെ സാമ്പത്തികമായ കാര്യത്തിൽ ഇവർക്ക് ഒട്ടുമേ ആശങ്കകൾ ആവശ്യമില്ല. വ്യാഴം ഇവർക്ക് ദോഷാവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിലും സാമ്പത്തികമായി പരുങ്ങലുണ്ടെങ്കിലും തൽക്കാലത്തേക്ക് ആശ്വാസകരമായ കാര്യങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ ശുക്രൻ്റെ ജന്മത്തിലെ നില ഉച്ചനായി നിൽക്കുന്നത് കൊണ്ടും ഇവരുടെ കർമ്മരംഗം ഏതാണോ അവിടെ ഇവർക്ക് ഏറ്റവും നന്നായി ഷൈൻ ചെയ്യാവുന്ന പീരീഡ് തന്നെയാണ് ഈ ആഴ്ചയും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഇവർക്ക് വലിയ ദോഷങ്ങൾ കാണുന്നില്ല. എന്നാൽ ആരോഗ്യ സംബന്ധമായോ ചില വ്യക്തിഗത സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പരാജയങ്ങളോ മാനസിക വിഷമങ്ങളോ ഇവർക്കുണ്ടാകാം. പിതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ പിതാവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാനസിക വൈകാരികമായ കാര്യങ്ങളിലോ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഹൃദയത്തിനോ കണ്ണിനോ ഞരമ്പുകൾക്കോ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ ഷോൾഡർ ഭാഗത്ത് എല്ലിന് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. മാതാവിനും അത്ര ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ ഗുണം കാണുന്നില്ല. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണമെന്ന് കാണുന്നു. ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഒരു മാറി താമസിക്കൽ ആവശ്യം വരുന്നതായിട്ട് കാണാം. അമ്മാവന്മാരുമായി ബന്ധപ്പെട്ട് കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. തറവാട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അവിടുന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരാം. ഒറ്റയ്ക്ക് ഒരു വീട്ടിലേക്ക് മാറുകയോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ഫാമിലിയിലേക്ക് മാറുകയോ ഒക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നു. പൊതുവേ ഇവർക്കിപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ചെറിയ കലഹമോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാതാവിന് മനോവിഷമം ഉണ്ടാകാം, അത് ശ്രദ്ധിക്കുക. പിതാവിനും രക്ഷാകർതൃ സ്ഥാനത്തുള്ളവർക്കാണ് പൊതുവെ അത് കാണുന്നത്. എന്നാൽ കർമ്മരംഗത്ത് ഒട്ടും തന്നെ ദോഷം കാണുന്നില്ല. സാമ്പത്തികമായ നേട്ടവും കാണുന്നു. പണം വരാൻ അല്പം വൈകിയെന്നിരിക്കാം, എന്നാലും ഒടുവിൽ പണം അടുത്തെത്തുക തന്നെ ചെയ്യും. ഈ കിട്ടുന്ന പണത്തിന് ഒരു ശേഖരിച്ചു വയ്ക്കാൻ തക്കവണ്ണം വലിയ എമൗണ്ടൊന്നും വരണമെന്നില്ല. എന്നാൽ കഷ്ടി കാര്യങ്ങൾ നടന്നു പോകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ശരീരത്തിലെ അണുബാധ തന്നെയാണ് ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ചില പ്രത്യേക രോഗങ്ങൾ ത്വക്ക് സംബന്ധമായോ
അതുമല്ലെങ്കിൽ ഉള്ളിൽ വ്രണങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള, അത് കണ്ടെത്താൻ വൈകുന്നു എന്ന തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ കാണാം. അതുകൊണ്ട് എന്ത് ചെറിയ അവശത വന്നാലും അതിനെ അവഗണിക്കാതിരിക്കുക. അത് കൃത്യമായി അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെട്ട് അതിന് ഉപദേശം തേടുകയോ മരുന്ന് കഴിക്കുകയോ ഒക്കെ ചെയ്യണം എന്നാണ് പറയാനുള്ളത്. എന്തായാലും പൊതുവെ മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായും പ്രവർത്തന സംബന്ധമായും ദോഷം കാണുന്നില്ല. വൈകാരികമായി ദാമ്പത്യപരമായ കാര്യങ്ങളിൽ ഒരു 45-50% ഇവർക്കിപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളിനേക്കാൾ വിജയം കാണുന്നുമുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 13, 14, 15 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. ഓം ശനൈശ്വരായ നമഃ എന്ന് ജപിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി ശനീശ്വരൻ്റെ ക്ഷേത്രത്തിലോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ധർമ്മശാസ്താവിൻ്റെ അമ്പലത്തിലോ കൃത്യമായി ദർശനം നടത്തുക, നീരാഞ്ജനം കഴിപ്പിക്കുക. അതുപോലെ തന്നെ കാക്കയ്ക്ക് ഇടത്തെ കൈ കൊണ്ട് എച്ചിൽ കൊടുക്കുക, തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക, കറുത്ത വസ്ത്രം ധരിക്കുക, കറുത്ത പട്ട് സമർപ്പിക്കുക ഈ ദേവന്മാർക്ക്. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക. വ്യാഴദോഷ പരിഹാരത്തിന് വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, പാൽപ്പായസ നൈവേദ്യം, അതുപോലെ നെയ്വിളക്ക് കത്തിക്കൽ എന്നിവ ഉത്തമം. ഓം നാഗായ നമഃ എന്ന് ജപിക്കുക. നാഗദോഷ പരിഹാരങ്ങൾക്ക് 100 പാലും കൊടുക്കുക നാഗർക്ക്. ഓം ഗം ഗണപതയെ നമഃ കേതുദോഷ പരിഹാരത്തിന് ഗണപതിക്ക് കർഗമാല അർപ്പിക്കുക, ജപിക്കുക. ഓം ഗം ഗണപതയെ നമഃ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമഃ എന്നോ ജപിക്കുക. ഉണ്ണിയപ്പ നിവേദ്യം നടത്തുക, തേങ്ങ ഉടയ്ക്കുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.